പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുഖവും ശുഭവുമായിരിക്കുന്നല്ലോ. ഒരു ആത്മീയ ചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ ജനം നിൽക്കുമ്പോഴേ മോശ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ എത്തിയപ്പോൾ ജനം ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. മോശയുടെ കണ്ണുനീര് കണ്ട് നിലവിളി കേട്ട് ചെങ്കടൽ തുറന്നു കൊടുത്തു. അക്കരക്കറിയ ജനം പറവോൻ തകരുന്നത് കണ്ടു. വീണ്ടും ആ ജനം മരുഭൂമിയിൽ ദൈവത്തോട് പിറുപിറുത്തു. ആ പിറുപിറുപ്പിൻ്റെ നടുവിൽ മന്നയും കാടപ്പക്ഷിയും ദൈവം ഒരുക്കി കൊടുത്തു. തേക്കൽ പാറയിന്ന് കുടിക്കുവാൻ ജലവും കൊടുത്തു. യെരിഹോ അവരുടെ മുമ്പിൽ തകർന്നു. യോർദാൻ പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെച്ചപ്പോൾ യോർദാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു. യോശുവയും കാലേബും എഴുന്നേൽക്കുന്നു, കനാൻ പിടിച്ചടക്കുന്നു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ന്യായാധിപന്മാർ എഴുന്നേൽക്കുന്നു, രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. ഇതിൻ്റെ നടുവിൽ ദാവീദ് എഴുന്നേൽക്കുന്നു. അഭിഷേകം നഷ്ടപ്പെടുത്തി, അഭിഷേകം ചോർത്തിക്കളഞ്ഞ പലരുടെയും ഭാഗങ്ങൾ നാം വായിക്കാറുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. അവൻ രാജസിംഹാസനത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതായി വന്നു. എങ്കിലും ദൈവം മടക്കി വരുത്തും. അത് കഴിഞ്ഞ് ശലോമോൻ വരുന്നു. അവിടം കൊണ്ടും ദൈവത്തിൻ്റെ മഹത്വം ആലയത്തിൽ ഇറങ്ങുന്നത് ശലോമോൻ കണ്ടു. അതെ, ഉത്തമഗീതം വരെ ശക്തമായി ശലോമോൻ എഴുതി. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, പ്രവാചക ശബ്ദങ്ങൾ അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനെ പറ്റി യെശയ്യാവ് വിളിച്ചു പറയുന്നു. യിരെമ്യാവ് ജനത്തോട് മടങ്ങി വരുവാൻ പറയുന്നു. പഴയ നിയമം അവസാനിച്ച് മലാക്കി അവസാനിക്കുമ്പോൾ മത്തായിയിൽ തുടങ്ങി ദാവീദിൻ്റെ സന്തതിയായി ഒരുവൻ ജനിക്കുന്നു. അവൻ്റെ പേര് യേശു കർത്താവെന്നാണ്. അവൻ ജനിച്ചു ദാവീദിൻ്റെ സന്തതിയായി. ശിഷ്യന്മാരെ നേടുന്നു, 12 ശിഷ്യന്മാരെ. അതിലൊരുവൻ യേശുവിനെ ചതിക്കുന്നു. 11 പേരുടെ കൂട്ടമായി മുന്നോട്ട് പോകുന്നു. വീണ്ടും 2 പേരെ ദൂരത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അവിടെ ആ 2 പേരും പത്രോസ്, യോഹന്നാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ വാക്കുകളിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചവർ, ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചവർ. അതെ, പത്രോസും യോഹന്നാനും കണ്ട വെളിപ്പാട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും പരിശുദ്ധാത്മാവരുടെ നടുവിൽ ഇറങ്ങിച്ചെന്നു. 3-ാം അധ്യായത്തിൽ വലിയ അത്ഭുതങ്ങളുടെ പരമ്പര നടക്കുന്നു. അതെ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഈ പുതിയ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിറുപിറുപ്പുണ്ടാകരുത്. നിന്നെ ദൈവം നടത്തും. അവൻ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. വലം കൈക്ക് പിടിച്ച് നടത്തും. പതറരുത്. പത്രോസിലൂടെ ചെയ്ത അത്ഭുതം, പൗലോസിലൂടെ ചെയ്ത വീര്യപ്രവർത്തികൾ, യോഹന്നാനിലൂടെ നടത്തിയ സ്വർഗീയ വെളിപ്പാടുകൾ മറക്കരുത്. അത് നിനക്ക് വേണ്ടി അവൻ കരുതി വച്ചിരിക്കുന്നതാണ്. ആഴമായി ഇന്ന് പകൽ വിശ്വസിക്കാം. യേശു അവൻ്റെ ചാവി, സ്വർഗരാജ്യത്തിൻ്റെ ചാവി പത്രോസിന് മേൽ കൊടുത്തിട്ട് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്ത് അഴിയപ്പെട്ടിരിക്കും. അതെ, മോശയ്ക്കോ യോശുവയ്ക്കോ കഴിയാത്തത് എനിക്കും നിനക്കും ചെയ്യാൻ അധികാരം തന്നു. ഏത്? മരണപാശങ്ങളെ അഴിക്കാൻ, പാതാള ഗോപുരത്തിൻ്റെ ശക്തികളെ തകർക്കാൻ, പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ അവൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഈ പകലും ആ അധികാരത്തിൽ എഴുന്നേൽക്കുക, ചാവി ഉപയോഗിച്ച് തുറക്കുക. അത്ഭുതങ്ങൾ നടക്കും. ഗോഡ് ബ്ലസ് യു.